നമ്മുടെ മക്കൾ സമൂഹത്തിൽ നല്ലവരായി തീരുന്നതിനുമായി ഈ ഒരു വർഷക്കാലം ലഹരി വിമുക്ത പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിന് മുന്നോടിയായി തൃശൂർ സെന്റ് ജോസഫ് CLP സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇവിടെ ഒരു ഫ്ലാഷ് മോബ് അവതരിപ്പിക്കുകയാണ്. അതിന് നമുക്ക് എല്ലാവിധ പിന്തുണയും ആശംസകളുമായി എത്തിയിരിക്കുന്നത് തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ ശ്രീമതി സിന്ധു ആൻഡോ ചാക്കോളയാണ്. മാഡത്തിനെ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആദ്യമായി നമ്മുടെ കുമാരി യുക്താനികിൽ ഒരു മെസ്സേജ്, ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു മെസ്സേജ് പറയുന്നതാണ്. Drug addiction is a growing danger in today's society, especially among students and young people. According to the Ministry of Social Justice and Empowerment, over 9 million ഇന്ന് ഈ ലോകത്ത് നമ്മൾ കൊച്ചു കുട്ടികൾ മുതൽ വലിയവരെ വരെ ഈ ലഹരിക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളെല്ലാവരും ഇന്ന് സമൂഹത്തിൽ കാണുന്നത്. അവർക്ക് എങ്ങനെയാണ് എല്ലാ തരത്തിലും ഇത് എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത്, അവരൊക്കെ ഇനിയൊരു നല്ല നടന്മാരായിത്തീരോ നല്ല നടികളായിത്തീരോ എന്നുള്ള ഒരു സംശയമാണ് എനിക്കുള്ളത്. അത്ര നല്ല രീതിയിൽ അവർ ഫ്ലാഷ് മോബ് ചെയ്തു. അതിന് നല്ലൊരു അഭിനന്ദനം. അവർ നല്ലൊരു കലാകാരന്മാർ കൂടിയാണെന്ന് ഈ നിമിഷത്തിൽ എനിക്ക് മനസ്സിലായി. കാരണം ഈ നല്ല വെയിലത്ത് പോലും അവർ കണ്ണ് തുറക്കാതെ കണ്ണ് ചിമ്മാതെ അവർക്കെടുക്കുന്ന ഒരവസ്ഥ, അതുപോലെ കുടിക്കുന്ന ഒരു മദ്യപാനികൾ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മദ്യപാനികൾ എങ്ങനെയാവും, സിഗരറ്റ് വലിക്കുന്നത് എങ്ങനെ, എല്ലാ തരത്തിലും അവർ അത് അഭിനയിക്കുക എന്നല്ല ഞങ്ങൾക്കൊക്കെ തോന്നിയത്. അവർ ശരിക്ക് ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ എന്തായി തീരും എന്നുള്ള ഒരു രീതിയിലാണ് അവർ ചെയ്തത്. അത് എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ നമ്മൾ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫ്ലാഷ് മോബ് ആണ് നമ്മൾ പബ്ലിക്കിന് കാണിച്ചു കൊടുത്തത് അല്ലേ? അപ്പോൾ എന്താണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ലഹരി പീഡിതരെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാർക്ക് ഒരു അവബോധം നടത്തണം. എന്താ വേണ്ടത്? നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത്, മദ്യപിക്കരുത്. ഒരു അയൽവക്കാരനാണ് ഇത് കണ്ടപ്പോൾ ഓടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. കുട്ടികളൊക്കെ വളരെ ഗംഭീരമായി ചെയ്തു. പക്ഷേ ഞങ്ങളുടെ കൗൺസിലർ ഞങ്ങൾക്ക് ഏത് അവസ്ഥയിലും ഏത് പാഠഭാഗത്തിലും ഓടി വരുന്ന കൗൺസിലറാണ്. ഞങ്ങളെ സംബന്ധിച്ച് 32 ദിവസം കൗൺസിലർ